Dear students, welcome to English class. Today, let's start the remaining part of the article Project Tiger written by Satyajit Ray. Do you remember the previous paragraph? There was a confusion, there was a doubt regarding letting the tiger free in the open space. ടൈഗറിനെ എങ്ങനെയാണ് ഓപ്പൺ സ്പേസിൽ ഫ്രീ ആയിട്ട് വിടാൻ കഴിയുമോ എന്നൊരു സംശയം അവിടെ നിലനിന്നിരുന്നു. അല്ലെങ്കിൽ റിംഗ് മാസ്റ്റർ മിസ്റ്റർ തോററ്റ്, റിംഗ് മാസ്റ്റർ ഓഫ് ഭാരത് സർക്കസിലെ റിംഗ് മാസ്റ്ററായിട്ടുള്ള തോററ്റ് തുറന്നു പറഞ്ഞു, ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ടൈഗറിനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല, സ്വതന്ത്രമായി പുറത്തേക്ക് വിട്ടിട്ടില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സത്യജിത് റേയുടെ മൂവി പ്രകാരം അല്ലെങ്കിൽ ആ സിനിമയിലെ ഷോട്ട് എന്ന് പറയുന്നത്, ടൈഗറുമായി ബന്ധപ്പെട്ട ഷോട്ട് എന്ന് പറയുന്നത്, ബാംബു ഗ്രോവിൻ്റെ പിന്നിൽ നിന്ന്, മുളങ്കാടിൻ്റെ പിന്നിൽ നിന്ന് ടൈഗർ, വൈൽഡ് അനിമലായിട്ടുള്ള ടൈഗർ എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ട് നടന്നു വരണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രെയിനർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടെ നടത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സീൻ എന്ത് ചെയ്യും, ഒരു വാല്യൂ അല്ലാതെയായിട്ട് മാറും. ഓക്കെ, അതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. 12th പാരഗ്രാഫ്. മിസ്റ്റർ തോററ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ. ഇതിന് തോററ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി, ഒരു റെമഡി കണ്ടെത്തി. ഏതിന്? അതായത് ടൈഗറിനെ ഫ്രീ ആയിട്ട് ഓപ്പൺ സ്പേസിൽ ബാംബു ഗ്രോവിൻ്റെ അടുത്ത് വിടണം. പക്ഷേ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാൻ പാടില്ല, ക്യാമറയിൽ വേറൊരാളെ കാണാനും പാടില്ല, ട്രെയിനറെ കാണാനും പാടില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. മിസ്റ്റർ തോററ്റ് ഫൗണ്ട് മീൻസ് കണ്ടെത്തി, എ സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്തി. തോററ്റ് പറഞ്ഞു, ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഞാൻ എന്ത് ചെയ്യും, കടുവയുടെ കഴുത്തിന് ചുറ്റും ഒരു വയർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു റോപ്പ് പോലെയുള്ളൊരു സാധനം, അത് ഞാൻ കെട്ടും. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ആ ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടുന്ന ആ വയർ അല്ലെങ്കിൽ ആ റോപ്പ് വളരെ കട്ടി കുറഞ്ഞതായിരിക്കും, ബട്ട് സ്ട്രോങ്, പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരിക്കും. If the wire was thin enough, perhaps it would remain invisible to the camera. If the wire was thin enough, ആ ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടുന്ന വയർ വേണ്ടത്ര കട്ടി കുറഞ്ഞതാണെങ്കിൽ, തുറച്ചു പറയാ, പെർഹാപ്സ് മേ ബി, ഒരു പക്ഷേ, ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ, അത് അദൃശ്യമായി നിലനിൽക്കും ടു ദ ക്യാമറയിൽ. ഓക്കെ, അപ്പോൾ ക്യാമറയിൽ അദൃശ്യമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ക്യാമറയിൽ കാണാൻ കഴിയാത്ത കട്ടി കുറഞ്ഞ ഒരു കയറ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടേണ്ടത്. എന്തിനാണിത്? ടൈഗറിനെ പുറത്തു നിന്ന് ക്യാമറയുടെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ്, സാധ്യതയുണ്ട്, ലൈക്ലി മീൻസ് പോസിബിലിറ്റി. എന്തിനുള്ള സാധ്യതയുണ്ട്? ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക്, കടുവയുടെ കഴുത്തിലുള്ള രോമം, ഹെയർ, മുടി, വുഡ് ബി ഫ്ലാറ്റൻഡ്, അത് ടൈറ്റാകും, പതിഞ്ഞു നിൽക്കും. ബൈ ദ വയർ, ഒരു വയറിങ്ങനെ കഴുത്തിൽ ടൈറ്റാകുമ്പോൾ, നമ്മൾ പശുക്കളുടെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആടുകളുടെയൊക്കെ കഴുത്തിൽ കയറ് കെട്ടുന്ന സമയത്ത്, ആട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കയറ് വലിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആടിൻ്റെ കഴുത്തിലുള്ള രോമം അങ്ങനെ പതിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം, അല്ലേ? അതുപോലെ ഇവിടെയുള്ളൊരു പ്രശ്നം ഇതാണ്, കട്ടി കുറഞ്ഞ കയറ് കടുവയുടെ കഴുത്തിൽ കെട്ടിയിട്ട് അതിനൊരു പക്ഷെ എന്ത് ചെയ്തേക്കാം, നമുക്ക് ക്യാമറയുടെ പുറത്ത് നിന്ന് നിയന്ത്രിച്ചേക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളതെന്ന് ചോദിച്ചാൽ, ഈ കടുവ അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കല്ലല്ലോ ചെയ്യുക, നടന്നു പോകണമല്ലോ, ഓപ്പൺ സ്പേസിലൂടെ നടക്കണം. ആ സമയത്ത് കടുവയുടെ കഴുത്തിലുള്ള ഈ കയറെന്ത് ചെയ്യും, ടൈറ്റാകും. അപ്പോൾ ടൈറ്റാകുന്ന സമയത്ത് കടുവയുടെ കഴുത്തിലുള്ള രോമം, ഹെയർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ വയറിങ്ങനെ ടൈറ്റായിട്ട് പതിഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ സിനിമ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും, ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പുറത്ത് നിന്ന് എന്തോ കയറ് വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കണ്ടോ? അപ്പോൾ പക്ഷേ ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ്, സാധ്യതയുണ്ട്, ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക്, കടുവയുടെ കഴുത്തിന് ചുറ്റുമുള്ള കടുവയുടെ കഴുത്തിലുള്ള രോമം, വുഡ് ബി ഫ്ലാറ്റൻഡ്, അത് ടൈറ്റായി നിൽക്കും, പതിഞ്ഞു നിൽക്കും, ബൈ ദ വയർ, ആ ഒരു വയറ് കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ കുരുങ്ങിയിട്ട്, വിച്ച് വുഡ് ഗിവ് ദ ഹോൾ തിങ് അവേ. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗിവ് അവേ ഒരു ഫ്രൈസൽ വേർബാണ്. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ റിവീൽ എ സീക്രട്ട് എന്നാണ്, രഹസ്യം വെളിപ്പെടുത്തും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളുകൾ ഇങ്ങനെ ടൈഗറിൻ്റെ കഴുത്തിലുള്ള രോമം ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് മനസ്സിലാക്കും, ഇതിൽ ഒരു കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈഗറിന്, ഇതൊരു വൈൽഡ് ആനിമൽ അല്ല, കാട്ടിൽ നിന്നുള്ള ഒരു വൈൽഡ് ആനിമൽ അല്ല
എന്ന് ആർക്ക് മനസ്സിലാകും? സിനിമ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാകും. വിച്ച് വുഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഗിവ് ദ ഹോൾ തിങ്, മുഴുവൻ കാര്യങ്ങളും എന്താക്കും? അത് മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ രഹസ്യം വെളിപ്പെടുത്തും, ആളുകൾക്ക് മനസ്സിലാകും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം അല്ലേ? വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് എ ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്? ഐ സെഡ്. തോററ്റ് പറഞ്ഞ ഈ ആശയത്തോട് സത്യജിത്ത് റേ മറ്റൊരു ആശയം കൂടി പറയുകയാണ്. തോററ്റാണ് ഈ കടുവയുടെ കഴുത്തിൽ ഒരു കട്ടി കുറഞ്ഞ, ക്യാമറയിൽ കാണാത്ത കട്ടി കുറഞ്ഞ ഒരു കയർ അല്ലെങ്കിൽ ഒരു വയറ് കെട്ടിയിട്ട് ക്യാമറയുടെ പുറത്തു നിന്ന് എന്ത് ചെയ്തേക്കാം? കടുവയെ നിയന്ത്രിച്ചേക്കാം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ ആശയത്തിന് എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്? കടുവയുടെ കഴുത്തിലുള്ള രോമം കുടുങ്ങി നിൽക്കാനും അത് ഓഡിയൻസിന്, സിനിമ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാനുള്ള സാധ്യത ഉണ്ട് എന്ന പ്രശ്നമുണ്ടായി. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ സത്യജിത്ത് റേ പറയാണ്. ആ ഒരു കഴുത്തിലുള്ള രോമം പതിഞ്ഞു നിൽക്കുന്നതിനൊരു സൊല്യൂഷൻ പറയാം. എന്താണ് പറയുന്നത്? വാട്ട് ഇഫ് വി ഫൗണ്ട്, നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, എ കോളർ, ഒരു കോളർ, സാധാരണ നമ്മളെ കഴുത്തിൽ ഡ്രസ്സിൻ്റെ ഒക്കെ കോളർ പോലെയുള്ളൊരു കോളർ, മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ടൈഗറിൻ്റെ സ്കിന്ന് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോളർ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ, ഈ വയർ എന്ത് ചെയ്യുക? ഈ കോളറിൻ്റെ ഉള്ളിലൂടെ ഇടുക. എന്നിട്ടോ ആൻഡ് ദെൻ ടൈഡ്, എന്നിട്ട് ആ കോളർ എന്ത് ചെയ്യുക? കെട്ടുക. എവിടെ? റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, കടുവയുടെ കഴുത്തിന് ചുറ്റും. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ എന്നാര് ചോദിച്ചു? സത്യജിത്ത് റേ ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് രോമം പതിഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ടൈഗറിൻ്റെ സ്കിന്ന് കൊണ്ട് ഒരു കോളർ ഉണ്ടാക്കുക. എന്നിട്ട് ആ കോളറിൻ്റെ ഉള്ളിലൂടെ ഈ വയർ എന്ത് ചെയ്യുക? കെട്ടുക. എന്നിട്ട് ആ കോളർ എന്ത് ചെയ്യുക? കടുവയുടെ കഴുത്തിൽ കെട്ടുക. അപ്പോൾ ആ കോളറേ കാണുന്നുള്ളൂ, പുറത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വയറുണ്ട്. അപ്പോൾ അത് ഉള്ളിലാണ് പതിഞ്ഞു നിൽക്കുക. പുറത്ത് ആ കോളർ കൊണ്ട്, ടൈഗറിൻ്റെ സ്കിന്നുള്ള കോളർ കൊണ്ട് എന്ത് ചെയ്യൂല? അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്, വയറ് കെട്ടിയിട്ടുണ്ടെന്ന് കാണുകയില്ല. ഓക്കെ, ഇങ്ങനെയൊരു പരിഹാരം അവർ സത്യജിത്ത് റേ നിർദ്ദേശിച്ചു. ഇൻ എ വില്ലേജ് കോൾഡ് നോത്തുംഗ്രാം we found a suitable bamboo grove to film the first meeting between Gobi and Bagha and the appearance of the tiger. Okay. In a village called നോത്തുംഗ്രാം, നോത്തുംഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ, വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് നോത്തുംഗ്രാം. നോത്തുംഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ വി ഫൗണ്ട്, ഞങ്ങൾ കണ്ടെത്തി, എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രോവ്, ഒരു അനുയോജ്യമായ ഒരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി. ടു ഫിലിം, ഷൂട്ട് ചെയ്യാൻ. എന്ത്? ദ ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യത്തെ കണ്ടുമുട്ടൽ, ബിറ്റ്വീൻ ഗോപി ആൻഡ് ബാഘ, സത്യജിത്ത് റേയുടെ സിനിമയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ടുള്ള ഗോപിയുടെയും ബാഘയുടെയും ആദ്യത്തെ മീറ്റിംഗ്. അതോടൊപ്പം ആരുടെയും? ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ, നമ്മുടെ ഈ പറയപ്പെടുന്ന ടൈഗറിൻ്റെ പ്രത്യക്ഷപ്പെടലും. അപ്പോൾ ടൈഗറിൻ്റെ അറൈവലും ടൈഗറിൻ്റെ അപ്പിയറൻസും അതുപോലെ തന്നെ ഗോപിയുടെയും ബാഘയുടെയും ഫസ്റ്റ് മീറ്റിങ്ങും ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോത്തുംഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ അനുയോജ്യമായിട്ടുള്ള ഒരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി. മിസ്റ്റർ തോററ്റ് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അങ്ങനെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള, ഭാരത് സർക്കസിലെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോററ്റ് എന്ത് ചെയ്തു? ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ടൈഗറുമായിട്ടെത്തി. ദർ വർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ആ ഒരു ലൊക്കേഷനിൽ ഏകദേശം 25 ആളുകളുണ്ടായിരുന്നു. 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ, കുറച്ച് പ്രാദേശിക ആളുകൾ കൂടി, ടു കവർ പെർമിഷൻ, ഞങ്ങളുടെ അനുവാദം മേടിച്ചു. എന്തിനു വേണ്ടി? ടു ഗോ വിത്ത് അസ്, ഞങ്ങളോടൊപ്പം വരാനും. എന്തിനു വേണ്ടി? ടു വാച്ച്, നിരീക്ഷിക്കാൻ വേണ്ടി. ഹൗ വി ടാക്കിൾഡ് ടൈഗർ, ഹൗ വി മാനേജ്ഡ് ദ ടൈഗർ, എങ്ങനെയാണ് ഞങ്ങൾ ഒരു ടൈഗറിനെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി, എന്നത് കാണാൻ വേണ്ടി ഞങ്ങളോടൊപ്പം കുറച്ച് ആ പ്രദേശത്തെ, ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ കൂടി ഞങ്ങളോടൊപ്പം ബാംബു ഗ്രോവിലേക്ക്, മുളങ്കാട്ടിലേക്ക് പോന്നു. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. 14th paragraph. The cage on the lorry was covered. അപ്പോൾ ലോറിയിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആരെ കൊണ്ടുവന്നത്? ടൈഗറിനെ കൊണ്ടുവന്നത്. The cage on the lorry was covered. ലോറിയിലുള്ള ടൈഗറിൻ്റെ കൂട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. When the cover was removed, ആ കേജിന്
മുകളിലുള്ള കവർ റിമൂവ് ചെയ്തപ്പോൾ, നീക്കിയപ്പോൾ വി വർ സർപ്രൈസ്ഡ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. വി വർ വണ്ടർ ടു സീ നോട്ട് വൺ, ഒരു ടൈഗറിനല്ലേ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ബട്ട് ടു, രണ്ട്, വെൽ ഫെഡ്, നന്നായി തടിയുള്ള റോബസ്റ്റ് ടൈഗേഴ്സ്. റോബസ്റ്റ് മീൻസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി, വളരെ ശക്തിയുള്ള, ആരോഗ്യമുള്ള, നന്നായി തടിച്ച, നല്ല തടിയുള്ള 2 ടൈഗേഴ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഒന്ന് കൊണ്ടുവരാനാണ് റിംഗ് മാസ്റ്ററോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ടൈഗറിനെ കൊണ്ടുവരാനാണ് പെർമിഷൻ മേടിച്ചിട്ടുള്ളത്. പകരം തോററ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ടൈഗറിനെയാണ് ലോറിയിൽ കൊണ്ടുവന്നത്, പിന്നെ ലോറിയിൽ എന്ത് ചെയ്തത്, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത്. I decided to play it safe, Mr. Thorett explained. റിംഗ് മാസ്റ്റർ ടൈഗേഴ്സിൻ്റെ കൂടെ ഉണ്ട്. റിംഗ് മാസ്റ്റർ പറഞ്ഞു എന്ത്, I decided to play it safe. I decided to perform it safe. ഈ ഒരു ഷൂട്ടിംഗ് ഞാൻ വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വളരെ സുരക്ഷിതമായിട്ട്, വളരെ ഉഷാറായിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. മിസ്റ്റർ തോററ്റ് എക്സ്പ്ലെയിൻഡ്, റിംഗ് മാസ്റ്റർ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഫ് വൺ ഡസൻറ്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഒരു ടൈഗർ ശരിയായിട്ട് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ, ഒബേ ചെയ്യുന്നില്ലെങ്കിൽ, വി ക്യാൻ യൂസ് ദ അതർ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, രണ്ടാമത്തെ ടൈഗറിനെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് 2 ടൈഗേഴ്സിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തോററ്റ് കൊണ്ടുവരാൻ കാരണം. ഇഫ് വൺ ഡസൻറ്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഇഫ് വൺ ടൈഗർ ഡസൻറ്റ് ഒബേ, ഒരു ടൈഗർ അനുസരിക്കുന്നില്ല എങ്കിൽ, സപ്പോസ് അങ്ങനെ വിചാരിക്കാം, വി ക്യാൻ യൂസ് ദ അതർ, വി ക്യാൻ യൂസ് ദ അതർ ടൈഗർ, നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ടൈഗറിനെ എന്ത് ചെയ്യാം, ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാം. അതാണ് മിസ്റ്റർ തോററ്റ് നൽകിയിട്ടുള്ള 2 ടൈഗേഴ്സിനെ കൊണ്ടുവരാൻ തോററ്റ് നൽകിയിട്ടുള്ള വിശദീകരണം. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്. വി മൗണ്ടഡ്, വി പ്ലേസ്ഡ്, ഞങ്ങൾ കയറ്റിവെച്ചു. ദ ക്യാമറയെ ഞങ്ങൾ കയറ്റിവെച്ചു ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ക്യാമറ സ്റ്റാൻഡാണ് കേട്ടോ, ക്യാമറയുടെ സ്റ്റാൻഡിനെയാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ട്രൈപോഡിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, പ്ലേസ് ചെയ്തു. ആൻഡ് പ്ലേസ്ഡ്, അഡ്ജസ്റ്റഡ് ഇറ്റ്, എന്നിട്ട് ആ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇറ്റ് സോ ദാറ്റ് ഇൻ എ വേ, ഒരു രീതിയിൽ ആ ക്യാമറ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. ഏത് രീതിയിൽ, ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്, ആ മുളങ്കാടിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ക്യാമറയെ സെറ്റ് ചെയ്തു, ക്യാമറയെ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. കാരണം മുളങ്കാട്ടിലാണല്ലോ ഷോട്ട് നടക്കുന്നത്, സീൻ നടക്കേണ്ടത് ആ മുളങ്കാട്ടിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുളങ്കാട്ടിലേക്ക്, ബാംബു ഗ്രോവിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ട്രൈപോഡിൽ ആ ക്യാമറയെ സെറ്റ് ചെയ്തു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ്, അവിടെ കാണാൻ നിൽക്കുന്ന, വാച്ച് ചെയ്യാൻ വന്നിട്ടുള്ള ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ്, സജസ്റ്റഡ്, ഓഡിയൻസിനോട് നിർദ്ദേശിച്ചു, ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോകാനും, ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ആസ് ബാക്ക് ആസ് പോസിബിൾ, സാധ്യമാകുന്നത്ര പിന്നിലേക്ക് മാറി നിൽക്കാനും, ദൂരേക്ക് മാറി നിൽക്കാനും ഓഡിയൻസിനോട് സിനിമയുടെ പ്രവർത്തകർ പറഞ്ഞു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രോവ്. പക്ഷേ ഞങ്ങൾക്ക്, റേ പറയുന്നു, സിനിമാ പ്രവർത്തകരായതിന്, അണിയറ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക്, വി ഹാഡ് ടു സ്റ്റേ, ഞങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്ലി, താരതമ്യേന, ക്ലോസ് ടു ദ ബാംബു ഗ്രോവ്, മുളങ്കാടിന് അടുത്ത് ഏകദേശം ഞങ്ങൾക്ക് നിൽക്കേണ്ടതായി വന്നു. ആൻഡ് ഗോപി ആൻഡ് ബാഗ ടു, ഗോപിക്കും ബാഗക്കും കൂടി ഹാഡ് ടു ബി, അവർക്കും നിൽക്കേണ്ടതായി വന്നു, വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറയുടെ ഏതാനും പരിധിക്കുള്ളിൽ, ക്യാമറയുടെ ഏതാനും അടുത്ത്, ഏകദേശം അടുത്ത് ആർക്കും നിൽക്കേണ്ടതായി വന്നു, ഗോപിക്കും ബാഗക്കും നിൽക്കേണ്ടതായി വന്നു. കാരണം അങ്ങനെ നിൽക്കണം, അങ്ങനെ എന്തുകൊണ്ടാണ് നിൽക്കേണ്ടത്, കാരണം ഇറ്റ് വാസ് നെസസറി, അത്യാവശ്യമായിരുന്നു, ടു ഹാവ്, എടുക്കൽ, അറ്റ് ലീസ്റ്റ് 1 ഷോട്ട്, മിനിമം ഒരു ഷോട്ടെങ്കിലും കിട്ടേണ്ടതുണ്ട്. ദാറ്റ് ഷോട്ട് ദം, ആ ഷോട്ട് എന്ത് ചെയ്യും, കാണിക്കും, ദം, ഈ ഗോപിയെയും ബാഗയെയും, ടുഗദർ, ഒരുമിച്ചുകൊണ്ട്, വിത്ത് ദ ടൈഗർ, കടുവയോടൊപ്പം. അപ്പോൾ ടൈഗറിനോടൊപ്പം സീനിൽ, ക്യാമറയിൽ കടുവയോടൊപ്പം ഗോപിയെയും ബാഗയെയും ഒരുമിച്ച് കാണുന്ന ഒരു സീനെങ്കിലും, ഒരു ഷോട്ടെങ്കിലും ഞങ്ങൾക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അതായത് ഗോപിയും ബാഗയും, ക്യാമറയിൽ ഗോപിയും ബാഗയും വേണം, അതോടൊപ്പം അവരുടെ അടുത്തായിട്ട്, അല്ലെങ്കിൽ അവരുടെ അതേ റേഞ്ചിലായിട്ട് ആരെയും കാണണം, ടൈഗറിനെയും കാണണം. അതുകൊണ്ട് ഗോപിയും ബാഗയും ക്യാമറയുടെ ഏതാനും അടുത്ത് തന്നെ ആയിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. മിസ്റ്റർ തോററ്റ്സ് മെൻ, തോററ്റിൻ്റെ അസിസ്റ്റൻസ്, അനുയായികൾ അല്ലെങ്കിൽ സഹായികൾ, ഹാഡ് ഫിക്സ്ഡ്, അവർ
തറപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എ 5 foot അയൺ റോഡ് മീൻസ് സ്റ്റിക്ക്, 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് ടു ദ ഗ്രൗണ്ട്, നിലത്തേക്ക്, ഭൂമിയിലേക്ക്. എവിടെയാണ് അവർ അത് ഉറപ്പിച്ചു വെച്ചത്, താഴ്ത്തി വെച്ചത്? ആ ഒരു ഇരുമ്പ് ദണ്ട് എബൌട്ട് ഏകദേശം 30 feet, 30 അടി അകലെ. എവിടുന്ന്? ഫ്രം ദ ഏരിയ, സ്ഥലത്ത് നിന്നും. വേർ, അവിടെ ദ ടൈഗർ വാസ് സപ്പോസ് ടു ടേക്ക് എ വാക്ക്, കടുവ നടക്കുമെന്ന് വിചാരിക്കപ്പെടുന്നു. അപ്പോൾ അതായത് ക്യാമറയുടെ മുമ്പിലൂടെ ഓപ്പൺ സ്പേസിൽ മുളങ്കാടിനടുത്ത് കടുവ നടക്കുമെന്ന് സങ്കല്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു 30 അടി അകലെയായിട്ട്, അതായത് ക്യാമറയിൽ ഒരിക്കലും കാണാത്ത സ്ഥലത്ത് 30 അടി അകലെയായിട്ട് 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് ഭൂമിയിലേക്ക് താഴ്ത്തി വെച്ചു. ദേ ടുക്ക്, അവർ എടുത്തു, എത്തിൻ, ഒരു കട്ടി കുറഞ്ഞ ലോങ് വയർ, നീളമുള്ള ഒരു വയർ, ഒരു റോപ്പ് പോലെയുള്ള ഒരു വസ്തു, ഒരു കയറ് അവരെടുത്തു. ആൻഡ് ഫിക്സ്ഡ്, എന്നിട്ട് ആ കയറ് ഫിക്സ്ഡ് വൺ എൻഡ്, ആ വയറിൻ്റെ ഒരറ്റം ഘടിപ്പിച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു ടു ദ കോളറുമായിട്ട്, മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. ടൈഗർ സ്കിന്നു കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടൈഗർ സ്കിന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളറുമായിട്ട് അല്ലെങ്കിൽ കോളറിൻ്റെ ഉള്ളിലൂടെ ആ ഒരു കയറിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ അറ്റം എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. ആ കോളർ എന്ത് ചെയ്തിട്ടുണ്ട്? ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വെയറിങ്. ആ കോളർ ടൈഗർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടൈഗർ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, ടൈഗറിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ കോളർ ടൈഗറിൻ്റെ കഴുത്തിൽ നേരത്തെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കോളറിൽ എന്ത് ചെയ്തു? കയറിൻ്റെ ഒരറ്റം കെട്ടി. ദ അതർ എൻഡ്, രണ്ടാമത്തെ അറ്റം, വാസ് ടൈഡ്, അത് കെട്ടി, ഫേമിലി, സ്ട്രോങ്ലി, ശക്തിയായിട്ട്, ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 30 അടി അകലെയായിട്ട്, ക്യാമറയുടെ അപ്പുറത്തായിട്ട് 30 അടി അകലെയായിട്ട് ഒരു ഇരുമ്പ് ദണ്ട് താഴ്ത്തി വെച്ചല്ലോ. ആ ഇരുമ്പ് ദണ്ടിൻ്റെ മുകളിലായിട്ട്, ഇരുമ്പ് ദണ്ടിൽ എന്ത് ചെയ്തു? വയറിൻ്റെ ഒരറ്റവും എന്ത് ചെയ്തു? ഉറപ്പിച്ച് കെട്ടി. ദ ഡോർ ഓഫ് വൺ ഓഫ് ദ കേജസ്, അതിനുശേഷം ദ ഡോർ ഓഫ് വൺ ഓഫ് ദ കേജസ്, രണ്ട് കൂടുകളുണ്ടല്ലോ, അതിലൊരു കൂടിൻ്റെ ഡോർ എന്ത് ചെയ്തു? വാസ് അൺഫാസ്റ്റൻഡ് ഓപ്പൺഡ്, തുറന്നു. ആൻഡ് മിസ്റ്റർ തോററ്റ് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ, റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോററ്റ് എന്ത് ചെയ്തു? കടുവയെ പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ്, ആ കടുവ പ്രതികരിച്ചു. ഓൾമോസ്റ്റ് അറ്റ് വൺസ്, അറ്റ് ദ മൊമെൻറ്റ്, ആ കടുവ നിമിഷം തന്നെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ മിസ്റ്റർ തോററ്റിൻ്റെ റിംഗ് മാസ്റ്ററുടെ വിളിക്കുത്തരം നൽകി, പുറത്തേക്ക് വരാനുള്ള ആ ഒരു നിർദ്ദേശം അനുസരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ്. സ്പ്രാങ് ഔട്ട് മീൻസ് ഡൈവ്ഡ്, കുതിച്ചു. സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ്, ആ കടുവ എന്ത് ചെയ്തു? ആ കൂടിൻ്റെ പുറത്തേക്ക് കുതിച്ചു. ടു ലാൻഡ് ചെയ്യാൻ വേണ്ടി ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്, പുറത്തുള്ള മുളങ്കാടിനടുത്തുള്ള ഓപ്പൺ സ്പേസിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി കൂടിൽ നിന്നും കുതിച്ചു. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. മിസ്റ്റർ തോററ്റ്, റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോററ്റ് കടുവയെ കൂട്ടിൽ നിന്നും എന്ത് ചെയ്തു? പുറത്തേക്ക് വിളിച്ചു. അതായത് അണ്ടർ കൺട്രോളാണ്. അതായത് ഈ കടുവ പുറത്തേക്ക് വന്നാലും കടുവയുടെ കഴുത്തിൽ എന്തുണ്ട്? വയറുണ്ട്. ആ വയറിൻ്റെ ഒരറ്റം ആ ഇരുമ്പ് ദണ്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സേഫാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ഇവിടെ അഭിനയിപ്പിക്കാനാണല്ലോ അല്ലേ, ഒരു ഷോട്ട് എടുക്കാനാണ് ഇവിടെ ടൈഗറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വാട്ട് ഫോളോഡ്, പിന്നീട് സംഭവിച്ചത് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്, പൂർണ്ണമായിട്ടും അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സത്യജിത്രയും മറ്റുള്ള സിനിമാ പ്രവർത്തകരും പ്രതീക്ഷിച്ചത്. One look at Mr. Thoret's startled and helpless face told us that he was as taken aback as the rest of us. കണ്ടോ? വൺ ലുക്ക്, ഒരു നോട്ടം നോക്കിയപ്പോൾ, അറ്റ് മിസ്റ്റർ തോററ്റ്സ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ്, മിസ്റ്റർ തോററ്റിൻ്റെ സ്റ്റാർട്ടിൽഡ്, അമ്പരന്നു പോയ, ഹെൽപ്ലെസ്, നിസ്സഹായാവസ്ഥയുള്ള മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ, ആ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ടോൾഡസ്, അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ ഞങ്ങളോട് പറഞ്ഞു, ദാറ്റ് എന്ത്, ഹി വാസ് ആസ് ടേക്കൺ എ ബാക്ക്, ഷോക്ക്ഡ്, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ആസ് ദ റെസ്റ്റ് ഓഫ് അസ്, ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹവും ഷോക്കായി പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി, അതായത്
ശരിക്കും എഴുതി വെച്ച സ്ക്രിപ്റ്റ് എന്തായിരുന്നു? മുളങ്കാടിൻ്റെ പിന്നിൽ നിന്നും ടൈഗർ ഇങ്ങനെ നടന്നു വരണം, ഓപ്പൺ സ്പേസിലൂടെ കുറച്ച് നേരം നടക്കണം, എന്നിട്ട് പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് നോക്കണം, എന്നിട്ട് പിന്നെ കാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലേ? ഇതായിരുന്നു, ഇങ്ങനെ ചെയ്യണമെന്നായിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി മീൻസ് കാമിലി, ശാന്തമായി നടക്കുന്നതിന് പകരം ഇൻ ഡിഗ്നിഫൈഡ് മാനർ, വളരെ എന്താ പറയുക, അന്തസ്സോടുകൂടി അല്ലെങ്കിൽ വളരെ ജെൻറ്റിലായിട്ട് ശാന്തമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നടക്കുന്നതിന് പകരം കടുവ എന്ത് ചെയ്തു? ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ്, ടൈഗർ കുതിക്കാൻ തുടങ്ങി. പ്രാൻസിങ് എന്ന് പറഞ്ഞാൽ ടു മൂവ് വിത്ത് ഹൈ സ്റ്റെപ്സ്, വലിയ ചുവടുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓടുക. ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ്, ടൈഗർ എന്ത് ചെയ്യാൻ തുടങ്ങി? കുതിച്ചു ചാടാൻ തുടങ്ങി. എറൗണ്ട് വിത്ത് എങ്ങനെ? ടൈഗർ പ്രാൻസിങ് എറൗണ്ട് വിത്ത് ട്രെമെൻഡസ് ഇന്തൂസിയാസം. ട്രെമെൻഡസ് എന്ന് പറഞ്ഞാൽ ബിഗ് ഇന്തൂസിയാസം. ഇന്തൂസിയാസം മീൻസ് ഇൻട്രസ്റ്റ്. വലിയ താല്പര്യത്തോടുകൂടി വലിയ ചുവടുകൾ വെച്ച് കടുവ എന്ത് ചെയ്യാൻ തുടങ്ങി? ചാടിക്കളിക്കാൻ തുടങ്ങി. കാരണം കടുവക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീഡമാണ്. കൂട്, അതുപോലെ തന്നെ സർക്കസ് കൂടാരം, കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൂട്ടിലേക്ക്. ഇങ്ങനെയുള്ള കടുവക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാണ്? ഫ്രീഡം കിട്ടുകയാണ്, ഓപ്പൺ സ്പേസിലേക്ക് നടക്കാനുള്ള. അത് ശരിക്കും എൻജോയ് ചെയ്യാണ് ആര്? ടൈഗർ ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ജംപ്ഡ്. ലെഫ്റ്റ് എന്നുള്ള മീനിങ്ങും ജമ്പ് തന്നെയാണ്. ഇറ്റ് ലെഫ്റ്റ്, ജംപ്ഡ്, റോൾഡ് അബൌട്ട്, ഉരുണ്ടു മറിഞ്ഞു. എങ്ങനെ? ഡ്രാഗിങ്, വലിച്ചിഴച്ചുകൊണ്ട്. ഇറ്റ്സ് പുവർ ട്രെയിനർ, അതിൻ്റെ പാവപ്പെട്ട പരിശീലകനെ. ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ്. വലിച്ചിഴക്കുക എന്ന് പറഞ്ഞാൽ ഈ കടുവയുടെ കഴുത്തിലൊരു വയറുണ്ട് അല്ലേ? ആ വയറിൻ്റെ ഒരറ്റം ഈ ഇരുമ്പ് ദണ്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കയറിൻ്റെ ഒരറ്റത്ത് ആര് പിടിക്കും ചെയ്യുന്നുണ്ട്? നമ്മുടെ റിംഗ് മാസ്റ്ററായിട്ടുള്ള തോററ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വലിച്ചിഴക്കുക എന്ന് പറയുന്നത്. ഡ്രാഗിങ്, വലിച്ചിഴക്കുന്നുണ്ട്. ഇറ്റ്സ് പുവർ ട്രെയിനർ, അതിൻ്റെ പാവപ്പെട്ട പരിശീലകനെ, തോററ്റിനെ. ഹു, അദ്ദേഹം വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ്, അദ്ദേഹം നിരാശയോടുകൂടി പിടിക്കുന്നുണ്ട്. ദ വയർ, ആ കയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ, ടൈഗറിൻ്റെ കോളറുമായിട്ട് കെട്ടിയിട്ടുള്ള ആ വയറിങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. എങ്ങനെ? ഇൻ എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്, നിഷ്ഫലമായ ശ്രമത്തോടുകൂടി. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ ഹാവിങ് നോ പർപ്പസ്, അല്ലെങ്കിൽ ഹാവിങ് നോ സക്സസ്, ഒരു വിജയവുമില്ലാതെ ശ്രമം നടത്തുക. നമുക്ക് തന്നെ അറിയാം ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ശ്രമം നടത്തുന്നതിനെയാണ് ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. നിഷ്ഫലമായ ശ്രമം, വിഫലമായ ശ്രമം. അപ്പോൾ വിഫലമായ ശ്രമം നടത്തുന്ന, എന്തിനാണ് വിഫലമായ ശ്രമം നടത്തുന്നത്? ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ, ആ കടുവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ കടുവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിഫലമായ ശ്രമം നടത്തുന്ന ഒരു വയറിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചിരിക്കുന്ന റിംഗ് മാസ്റ്ററെ എന്ത് ചെയ്യുന്നുണ്ട്? കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചിഴക്കുന്നുണ്ട്. കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് റിംഗ് മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ആ വയറിൽ ഇങ്ങനെ കുരുങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നുണ്ട്. വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി, ഞങ്ങൾ വിഡ്ഢികളായിട്ട് നിന്നു. സത്യജിത്ത് റേ പറയുന്നു, ഞങ്ങൾ വിഡ്ഢികളായിട്ട് അവിടെ നിന്നു. വാച്ചിങ്, നിരീക്ഷിച്ചുകൊണ്ട്. എന്ത്? എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്, ഒരു വിചിത്രമായ പുതിയ രീതിയിലുള്ള ഒരു സർക്കസ് കണ്ടുകൊണ്ട്. വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ, ആ ഒരു സർക്കസ് ഞങ്ങൾ കാണുകയായിരുന്നു. ഫോർ ഫ്രീ ആയിട്ട്, ഒരു ഫീയുമില്ലാതെ, ഒരു ക്യാഷും ഇല്ലാതെ, വിചിത്രമായിട്ടൊരു തമാശ രൂപത്തിൽ പറയാം, വിചിത്രമായിട്ടുള്ള പുതിയൊരു സർക്കസ് കണ്ടുകൊണ്ട് ഞങ്ങൾ വിഡ്ഢികളായിട്ട് അമ്പരന്ന് നിന്നു. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ത്രീ ലെഗ്സ്, ക്യാമറ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ട്രൈപോഡിൽ, അതിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. സ്റ്റെയറിങ് ഇറ്റ് ഇൻ ടു ദ വുഡ്, എങ്ങോട്ട് നോക്കുന്നുണ്ട്? കാട്ടിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ക്യാമറ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ദ ടൈഗർ വാസ് ഷോയിങ്, കടുവ കാണിക്കുന്നില്ല. നോ സൈൻ, ഒരു അടയാളവും കാണിക്കുന്നില്ല. ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദ, ആ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു അടയാളവും കാണിക്കുന്നില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. വൺസ് ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ, ഒരിക്കൽ കടുവ ശാന്തമായി. ക്യാമറയുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കടുവ കാണിച്ചില്ല. കടുവ ഓടിയിട്ടും ചാടിയിട്ടും ഉരുണ്ടുമറിഞ്ഞിട്ടും കടുവ ഇങ്ങനെ ഓപ്പൺ സ്പേസ്, ഒരു ഫ്രീഡം കിട്ടിയ സ്വാതന്ത്ര്യം ഇങ്ങനെ എൻജോയ് ചെയ്യുക. പക്ഷേ അതിനിടയിൽ ഒരിക്കൽ ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ, കടുവ ശാന്തമായിട്ടുണ്ടായിരുന്നു. കടുവയുടെ ചാട്ടവും ഓട്ടമൊക്കെ നിർത്തി. അപ്പോൾ എന്ത് ചെയ്തു? വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്, ഞങ്ങൾക്കാവശ്യമായ ഏതാനും ഷോട്ട്സുകൾ ഞങ്ങൾ എന്ത് ചെയ്തു? കടുവ ശാന്തമായി നടന്നപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ഇത് ആ കഥയുടെ അവസാനമാകണം.
ഏത്, അതായത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോട്ട്, ആ ടൈഗറിന് ഉപയോഗിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോട്ട് ഞങ്ങൾക്ക് കിട്ടി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം എന്താ, കടുവ ചാടുന്നതിൻ്റെയും ഓടുന്നതിൻ്റെയും ഇടയിൽ കുറച്ച് സമയം ശാന്തനായിക്കൊണ്ട് ആ ക്യാമറയുടെ മുമ്പിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോട്ട്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ആ ഒരു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോട്ട്, കടുവ ഉപയോഗിച്ചിട്ടുള്ള ഷോട്ട് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഇത് ഓക്കെ അവസാനിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷേ വെൻ വി റിട്ടേൺ ടു കൽക്കത്ത, ഞങ്ങൾ കൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ്, ഞങ്ങൾ സീനുകളിലേക്ക് നോക്കിയപ്പോൾ വിത്ത് ദ ടൈഗർ, കടുവയെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ വി റിയലൈസ്ഡ് ദാറ്റ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു ദ ക്യാമറ ഹാഡ് ഫെയിൽഡ്, ക്യാമറ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ടു വർക്ക്, പ്രവർത്തിക്കാൻ പ്രോപ്പർലി, ശരിയായ രീതിയിൽ ക്യാമറ പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ കടുവ ശാന്തനായി നടന്ന സമയത്ത് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്യാമറ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കടുവയുടെ ഷോട്ട്സ് കിട്ടിയിട്ടില്ല എന്ന് കൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത്. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്, ഷോട്ട്സ് വളരെ ഡാർക്കായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ക്ലിയർ ഉണ്ടായിരുന്നില്ല, അതാണ് കടുവയുടെ ഷോട്ട്സുകൾ പറയാണ്. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്, ആ സീനുകൾ വളരെ ഡാർക്കായിരുന്നു. സോ മച്ച്, വളരെയധികം. എങ്ങനെ? സോ ദാറ്റ് ദ ടൈഗർ വാസ് മേർജിങ്, കടുവ മേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ്, ഏകദേശം കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ്, ബാക്ക്ഗ്രൗണ്ടിലെ മരങ്ങളും ഇലകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കടുവ മേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോയിൽ കാണൂലേ, അതായത് ഫോട്ടോ ക്ലാരിറ്റി ഇല്ല എങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, കടുവയുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ആകെ മിക്സഡ് ആയിപ്പോയിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ പിന്നാമ്പുറത്തെ, അതായത് കടുവയുടെ പിന്നിലുള്ള മരങ്ങളുടെയും അതുപോലെ തന്നെ ഇലകളുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കടുവ മേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേർജ് ചെയ്യാറിനാൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഐ.ടിയിലൊക്കെ പഠിക്കുന്നില്ല, മേർജ് ചെയ്യാറിനാലും ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു, ക്ലാരിറ്റി തീരെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ, ഞങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടതായിരുന്നു, വി ഹാഡ് ടു ഷൂട്ട്, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു ദ സീൻസ്, ആ കടുവയുടെ രംഗങ്ങൾ ഓൾ ഓവർ അഗെയിൻ, വീണ്ടും മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ്, ഞങ്ങൾ വീണ്ടും തോററ്റിനോട് സംസാരിച്ചു. ആൻഡ് ഹി എഗ്രീഡ്, അങ്ങനെ റിംഗ് മാസ്റ്റർ സമ്മതിച്ചു ടു ഗിവ് ഇറ്റ് അനദർ ഗോ, മറ്റൊരു ഷോട്ടും കൂടെ നമുക്ക് എടുക്കാൻ വേണ്ടി പോകാമെന്ന്, അല്ലെങ്കിൽ മറ്റൊരു അവസരം കൂടി നമുക്ക് തരാമെന്ന്, ഒരു ചാൻസ് കൂടി തരാമെന്ന് ആര് സമ്മതിച്ചു? മിസ്റ്റർ തോററ്റ് സമ്മതിച്ചു. അങ്ങനെ വി ഫൗണ്ട്, ഞങ്ങൾ കണ്ടെത്തി അനദർ ബാംബു ഗ്രോവ്, മറ്റൊരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി, ക്ലോസർ ടു കൽക്കത്ത, കൽക്കത്തയ്ക്ക് അടുത്തുള്ള മറ്റൊരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി, ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ, കോൾഡ് ബോറൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമം. ആദ്യം ഷൂട്ട് ചെയ്തത് എവിടെയാണ്? നോത്തുംഗ്രാം എന്ന് പറയുന്ന വില്ലേജിലാണ്. അവിടെയുള്ള ഷൂട്ടിംഗ്, അല്ലെങ്കിൽ കടുവ ഉപയോഗിച്ചിട്ടുള്ള ഷൂട്ടിംഗ് പരാജയപ്പെട്ടു. അതുകൊണ്ട് മറ്റൊരു മുളങ്കാട് കണ്ടെത്തി. അതെവിടെയാണ്? ബോറൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൽക്കത്തക്കടുത്തുള്ള ഒരു വില്ലേജിലാണ് ഞങ്ങൾ ആ മുളങ്കാട് കണ്ടെത്തിയത്. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ, നേരത്തെ പോലെ തന്നെ കടുവയുമായിട്ടുള്ള ലോറി ഒരിക്കൽ കൂടി എത്തിച്ചേർന്നു. വിത്ത് മിസ്റ്റർ തോററ്റ്, തോററ്റുമായിട്ടും ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്, ഇരുമ്പ് ദണ്ട്, അതുപോലെ തന്നെ പ്രത്യേക കോളർ, സ്പെഷ്യൽ കോളർ, അതുപോലെ തന്നെ സ്റ്റീൽ വയർ, സ്റ്റീലിൻ്റെ വയർ, കയറ്, അതുപോലെ തന്നെ ടൈഗർ, മിസ്റ്റർ തോററ്റ് എന്നിവരുമായിട്ട് ഒരിക്കൽ കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ലോറി എത്തിച്ചേർന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം, ലോറിയോടൊപ്പം കെയിം ദ ഹോൾ വില്ലേജ്, ആ ഒരു ബോറാൽ വില്ലേജിലെ മുഴുവൻ ഗ്രാമവാസികളും ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു. വി ടോൾഡ് ദ വില്ലേജസ്, ഞങ്ങൾ ഗ്രാമവാസികളോട് പറഞ്ഞു, ദാറ്റ്, അതായത് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet, 70 അടി ദൂരെയെങ്കിലും അല്ലെങ്കിൽ അകലെയെങ്കിലും അവർ നിൽക്കണമെന്ന് ഞങ്ങൾ ഗ്രാമവാസികളോട് പറഞ്ഞു. No one paid any attention to what they were told. പക്ഷേ no one paid any attention, ഒരാളും ശ്രദ്ധിച്ചില്ല to what they were told, അവരോട് പറഞ്ഞതിനെക്കുറിച്ച് ഒരാളും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഗ്രാമവാസികളോട് പറഞ്ഞു, ടൈഗറിനെ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു 70 അടിയെങ്കിലും അകലെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ്, കടുവ ഉപയോഗിച്ചുകൊണ്ട് നോത്തുംഗ്രാമിൽ ഷൂട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് സത്യജിത്രയെ ടീം പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കണം, അകലം പാലിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ പോലും അത് ശ്രദ്ധിച്ചില്ല.
സംഭവിച്ചില്ല. അവരെന്ത് ചെയ്തു? ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ്, ആ മുഴുവൻ അവിടെ കൂടി നിന്ന ആളുകളും എന്ത് ചെയ്തു? നീങ്ങി വന്നു. ആസ് ക്ലോസ് ടു ദ ക്യാമറ, ക്യാമറയുടെ അടുത്തേക്ക് വന്നു. ആസ് ദേ കുഡ്, അവർക്ക് കഴിയുന്നത് പോലെ, അവർക്ക് കഴിയുന്നത്ര എന്ത് ചെയ്തു? ക്യാമറയുടെ അടുത്തേക്ക് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് അവർ വന്നു. വി കുഡ് നോട്ട് അഫോർഡ്, ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ടു വേസ്റ്റ് എനി മോർ ടൈം, കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം, കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എക്സ്പ്ലെയിനിങ്, വിശദീകരിച്ചുകൊണ്ടും, ആൻഡ് ആർഗ്യൂയിങ്, വാദിച്ചുകൊണ്ടും അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടും. അവിടെ ക്യാമറയുടെ അടുത്തേക്ക് വന്നു നിന്ന, അവിടെ കൂട്ടത്തോടു കൂടി നിന്ന ഗ്രാമവാസികളോട് തർക്കിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഞങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ തീരെ ഉണ്ടായിരുന്നില്ല, ടൈം ഉണ്ടായിരുന്നില്ല. വി ഗോട്ട് ദ ക്യാമറ റെഡി, ഞങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് വി ഗോട്ട് ദ ക്യാമറ റെഡി, ഞങ്ങൾ വീണ്ടും ക്യാമറ തയ്യാറാക്കി. ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തോററ്റിന് ഞങ്ങൾ കടുവയെ പുറത്തേക്ക് വിടാൻ വേണ്ടി, കൂടിൽ നിന്നും പുറത്തേക്ക് വിടാൻ വേണ്ടി ഞങ്ങൾ സിഗ്നൽ നൽകി. ഹി ഓപ്പൺഡ് ദ ഡോർ ഓഫ് ദ കേജ്, അപ്പോൾ മിസ്റ്റർ തോററ്റിന് സിഗ്നൽ നൽകി. ടൈഗറിൻ്റെ കൂട് തുറക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ തോററ്റിന് സത്യജിത്ത് റേ സിഗ്നൽ കൊടുത്തു. ഹി ഓപ്പൺഡ് ദ ഡോർ ഓഫ് ദ കേജ്, കൂടിൻ്റെ വാതിൽ അദ്ദേഹം തുറന്നു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് എ ക്ലാങ്, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. The instant, the moment, the door opened with a clang. Clang എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ഡോറൊക്കെ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സൗണ്ടാണ്. ആ സൗണ്ടിൻ്റെ വേർഡാണെന്ത്? ക്ലാങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഓണമറ്റോപ്പിയ വേർഡാണ്. ഓണമറ്റോപ്പിയ വേർഡ് എന്ന് പറഞ്ഞാൽ ചില ഇംഗ്ലീഷ് വാക്കുകൾ, ആ ഇംഗ്ലീഷ് വാക്കുകളുടെ മീനിങ്സ് അതിൻ്റെ സൗണ്ട് തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ, ബസ് എന്ന് പറയുന്നത് ആ സൗണ്ടിൽ നിന്ന് അതിൻ്റെ മീനിങ് കിട്ടും. എന്താണ്? തേനീച്ചയുടെ ശബ്ദമാണ്. ക്രോ എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ദ മീനിങ് ഫ്രം ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ആ ഒരു ഉച്ചാരണത്തിൽ നിന്ന് തന്നെ അതിന് മീനിങ് കിട്ടും. അതെന്ത്? കാക്കയാണ്, കാക്കയുടെ ശബ്ദമാണ് ക്രോ, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വേർഡുകളെയാണ് ഓണോമറ്റോപ്പിയ വേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വേർഡാണ് ക്ലാങ്. ക്ലാങ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു വിജാഗിരിയുടെ ഒക്കെ എന്താണ്? ഒരു ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് എ ക്ലാങ്, ക്ലാങ് എന്ന ശബ്ദത്തോടു കൂടി ആ കടുവയുടെ വാതിൽ തുറന്ന ആ നിമിഷം, അവർ ടൈഗർ, ഞങ്ങളുടെ കടുവ, എമേർജ്ഡ്, പുറത്തേക്ക് വന്നു. വിത്ത് എ ലൗഡ് റോർ, ഒരു ഉച്ചത്തിലുള്ള അലർച്ചയോടുകൂടി പുറത്തേക്ക് വന്നു. എന്നിട്ടോ ആൻഡ് ചാർജ്ഡ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ, ക്യാമറയ്ക്ക് പിന്നിൽ കൂടി നിന്ന ഗ്രാമവാസികൾക്ക് നേരെ പാഞ്ഞെടുത്തു. ദ ക്രൗഡ്, ജനക്കൂട്ടം, കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ, ഏകദേശം 150ഓളം വരുന്ന ഉൾപ്പെടുന്ന ജനക്കൂട്ടം, മെൽറ്റഡ് അവേ, അലിഞ്ഞുപോയി. ആസ് ഇഫ് ബൈ മാജിക്, ഒരു മാജിക് പോലെ അവിടെ അലിഞ്ഞുപോയി. ഇവിടെ അലിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഐസായി പോയി എന്നല്ല, അപ്രത്യക്ഷമായി. ഒരാൾ പോലും അവിടെ പിന്നെ നിന്നില്ല. ശരിക്കും കടുവയുടെ കഴുത്തിൽ കയറുണ്ട്, അതുപോലെ തന്നെ നേരത്തെ ഉള്ള കോളറും ആ ഇരുമ്പ് ദണ്ടും ആ കെട്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരറ്റം ഇരുമ്പ് ദണ്ടിൽ കെട്ടിയിട്ടുണ്ട്, മറ്റേ അറ്റം കടുവയുടെ കഴുത്തിലുള്ള കോളറിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ജനക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വന്നപ്പോൾ ജനക്കൂട്ടം മുഴുവനും അപ്രത്യക്ഷമായി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബസ്റ്റ് ഓഫ് എനർജി, ആ ഒരു വലിയ ചാട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഓട്ടത്തിന് ശേഷം, ദ ടൈഗർ കാംഡ് ഡൗൺ, ടൈഗർ ശാന്തനായി. വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് കടുവ എന്ത് ചെയ്തു? ആ ശാന്തനായി മാറി. ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ, ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൺ, ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് കടുവ ആ ഒരു അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ നടന്നു വന്നു. പേസ്ഡ് അബൌട്ട്, എന്നിട്ട് വാക്ക്ഡ്, ആ കടുവ നടന്നു. ക്വയറ്റ്ലി, ശാന്തനായി കൊണ്ട് നടന്നു. ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു, അതിനോട് ആവശ്യപ്പെട്ടതുപോലെ, കടുവയോട് നിർദ്ദേശിക്കപ്പെട്ടതുപോലെ, റിംഗ് മാസ്റ്റർ നിർദ്ദേശിച്ചതുപോലെ ശാന്തനായി ക്യാമറയുടെ മുമ്പിലൂടെ നടന്നു. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ, എന്നിട്ട് ആൻഡ് ദെൻ അങ്ങനെ നടന്നതിന് ശേഷം ആംബിൾഡ്, വാക്ക്ഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ, അതിൻ്റെ പരിശീലകൻ്റെ അടുത്തേക്ക് തിരിച്ചു നടന്നു. ആര്? കടുവ. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചതുപോലെ എന്ത് ചെയ്തു? ഈ രണ്ടാമത്തെ പ്രാവശ്യം സത്യജിത്ത് റേ ആൻഡ് ടീം ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഷോട്ട് ഈ കടുവ ഉപയോഗിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം, ഈ ഒരു പ്രാവശ്യം ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലും, വിച്ച് വി റിയലൈസ്ഡ്, ഞങ്ങളത് തിരിച്ചറിഞ്ഞു 2 days ലേറ്റർ, 2 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് ക്യാമറ നോക്കാനുള്ള സമയം
ഞങ്ങൾ എടുത്തിട്ടുള്ള ഷോട്ടുകൾ നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ഉറപ്പാണ് ക്യാമറ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. എങ്കിലും ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണത് ഞങ്ങൾ നോക്കിയത്. ഇപ്പോൾ വെൻ വി റിട്ടേൺ ടു കൽക്കത്ത, ഞങ്ങൾ കൽക്കത്തയിലേക്ക് തിരിച്ചെത്തി. ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകൾ ഞങ്ങൾ കാണുകയും ചെയ്തപ്പോഴാണ് ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്.